വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഗൈസ്. കുറേ നാളായിട്ട് ഒരു മാസത്തോളമായിട്ട് ഞാൻ എൻ്റെ സ്പ്ലെൻഡർ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു കോൾഡ് സ്റ്റാർട്ട് വീഡിയോ ഇന്ന് ചെയ്യാമെന്ന് ഞാൻ പ്ലാൻ ചെയ്തു. സോ ആസ് യു ക്യാൻ സീ, കണ്ടോ അവിടെ ഞാൻ അവനെ തുണിയിട്ട് മൂടി പുതപ്പിച്ചങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വി ഹാവ് ദ കീ. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ കോൾഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളൊരു വീഡിയോയും കൂടെ ആയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിത് എടുത്ത് വെക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ചുമ്മാ അങ്ങ് എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. കാരണം കുറച്ച് നാളായിട്ട് ഇവനായിരുന്നു എൻ്റെ ഡെയിലി. സ്പ്ലെൻഡർ ഞാൻ ചുമ്മാ ഒരു റെസ്റ്റ് കൊടുത്തേക്കായിരുന്നു കുറച്ച് നാൾ. അപ്പോൾ എടുത്ത് വെക്കുന്ന സമയത്ത് ഇങ്ങനെ മാക്സിമം ഒന്നും അകത്തേക്ക് കയറി ഇരിക്കാതിരിക്കാനായിട്ട് ക്ലിപ്പൊക്കെ ഇട്ട് ഞാൻ അങ്ങോട്ട് ഒരു ബെഡ്ഷീറ്റ് ഇട്ട് വിരിച്ചു. സോ നമുക്ക് ഈ കവറൊന്ന് മാറ്റാം. യെസ്, തുടച്ചും എനിക്ക് നല്ല കുട്ടപ്പനാക്കിയിട്ടാണ് ഞാൻ എടുത്തു വെച്ചത്. തീരെ പൊടിയൊന്നും അങ്ങനെ അടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. സോ കോൾഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ബൈ ദ വേ, ഇതിൻ്റെ ഹാൻഡിൽ ബാർ ഞാൻ മാറ്റി സ്റ്റോക്ക് ആക്കിയിരുന്നു, അത് ഞാൻ വീഡിയോ ചെയ്തില്ല. ഓക്കെ, നമ്മൾ കോൾഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം തന്നെ ന്യൂട്രലാണോ എന്ന് ചെക്ക് ചെയ്യുക. കിക്കർ അടിക്കുന്നതിന് മുന്നേ തന്നെ ന്യൂട്രലാണ്. ന്യൂട്രലിൻ്റെ ലൈറ്റും കത്തിയിട്ടുണ്ട്. ഇനി ഒരു സേഫ്റ്റിക്ക് ഈ ഒരു സ്ക്രൂ ഇച്ചിരി ഒന്ന് തിരിച്ചു വയ്ക്കുക. ഇതൊരു ഫ്യൂവൽ സ്ക്രൂ ആണ്. ഇച്ചിരി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കോൾഡ് സ്റ്റാർട്ടിൽ ഇച്ചിരി ബെറ്റർ ആയിരിക്കും. പിന്നെ പെട്രോൾ നിങ്ങളുടെ മെയിൻ റിസർവ് എങ്ങനെയാണെന്ന് വെച്ചാൽ വെക്കുക. എന്നിട്ട് താക്കോൽ നിങ്ങൾ അറിയാതെ എന്നെപ്പോലെ ഓൺ ആക്കിയിരുന്നു എന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഡ്രൈ കിക്കും വെറ്റ് കിക്കും ചെയ്യാം. അതെന്താണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ താക്കോൽ ഓഫ് പൊസിഷനിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലച്ച് പിടിക്കുക, കിക്കർ ജസ്റ്റ് ഒന്ന് താഴ്ത്തുക. കുറേ നാൾ എടുത്ത് വെച്ചിരുന്നത് കൊണ്ട് ഒരു പിടുത്തുണ്ടാവും, അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്. അത് കഴിഞ്ഞ് ക്ലച്ച് വിടുക, താക്കോൽ ഓഫ് പൊസിഷനിൽ തന്നെ വെച്ചിട്ട് 2 പ്രാവശ്യം നോർമലി കിക്ക് ചെയ്യുക. ഇനി താക്കോൽ ഓൺ ആക്കിയിട്ട് കിക്ക് ചെയ്യുക. ഇപ്പോൾ 1 മാസത്തിന് ശേഷമാണ് എടുക്കണേ. സ്റ്റാർട്ടാവോ ഇല്ലയോ എന്നറിയില്ല, നോക്കാം. യെസ്, ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടായായിരുന്നു. നമ്മളപ്പോൾ തന്നെ ത്രോട്ടിൽ കൊടുക്കുന്ന അത്ര നല്ലതല്ല, അതുകൊണ്ടാണ് ഞാൻ ആക്സിലേറ്റർ കൊടുക്കാത്തത്. ഇനി വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ആക്സിലേറ്റർ കൊടുത്തെടുക്കാം നമുക്ക്. 3rd കിക്ക്. ഓക്കെ,